അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം വീണ്ടും വന്നു. ഏകദേശം എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഒഴിവാക്കി എന്ന് പറഞ്ഞ് പുതിയ പ്രസ്താവന വീണ്ടും വന്നിട്ടുണ്ട്. ഇത് തൽക്കാലത്തേക്കെങ്കിലും മാർക്കറ്റിലൊരു സ്ഥിരത കൊണ്ടുവരുമോ? ഇത് ഒരു സമാധാനത്തിലേക്കാണോ പോകുന്നത്? അദ്ദേഹം 90 ദിവസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഈ തീരുമാനം മാറ്റുമോ? ഇത് ഏതെല്ലാം തരത്തിൽ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ, നമ്മുടെ ബഡ്ജറ്റിനെ ബാധിക്കും മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. തൽക്കാലത്തേക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വകയുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ചൈനയുമായിട്ടുള്ള വിഷയം ഒരു ഫയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനവർ പറയുന്ന കാര്യം ചൈനീസ് ഗവൺമെൻറ് US പോളിസികൾക്കെതിരായി പ്രവർത്തിക്കുന്നു തുടങ്ങിയ പല കാര്യങ്ങളാണ്. അത് അവരുടെ പൊളിറ്റിക്സാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വിഷയം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ബഡ്ജറ്റിങ്ങിനെയും ബാധിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മുടെ ചർച്ച. ഒന്നാമതായി നമ്മളെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രൈസിലുള്ള വലിയ കയറ്റിറക്കങ്ങളാണ്. മറ്റു രാജ്യങ്ങൾക്ക് മേലെയുള്ള താരിഫ് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ പ്രൈസ് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ മറുസൈഡിൽ ചൈനയ്ക്ക് വളരെ വലിയ ബാധ്യതയായി താരിഫ് മാറിയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലെ ചൈനയിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനും നന്നായി വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാന വിഷയം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയാണ്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, എപ്പോഴും മാർക്കറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും, കയറി ഇറങ്ങിയിരിക്കും. ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പോലും ഭയങ്കരമായി മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പൊതുവിൽ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്ടം ഒരു മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാനാണ്. പക്ഷേ ഇൻസ്റ്റേബിൾ ആയ ഒരു മാർക്കറ്റിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മാറി നിൽക്കാനുള്ള പക്വത വന്ന ഇൻവെസ്റ്റേഴ്സ് പലരും മാറി നിൽക്കുന്നതായി കാണാൻ കഴിയും. ഒരുപാട് പേര് ഫണ്ട് പാർക്ക് ചെയ്തതായി നമുക്കറിയാം. നമ്മുടെ തന്നെ പേഴ്സണൽ കോൺടാക്ട്സിൽ ഒരുപാട് ആളുകൾ നല്ല ഓപ്പർച്യൂണിറ്റിക്കായി അല്ലെങ്കിൽ ഒരു പീസ്ഫുള്ളായ അന്തരീക്ഷത്തിന് വേണ്ടി ഫണ്ട് പാർക്ക് ചെയ്ത് മാറിയിരിക്കുന്നവരായിട്ട് നമുക്കറിയാം. അവർ ആക്റ്റീവ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വലിയൊരു തുക അവർ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ കുറയുക വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് കറൻസി ആൻഡ് ഇൻഫ്ലേഷനാണ്. എപ്പോഴും ട്രേഡ് ഡിസ്ട്രപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഈ കറൻസിയുടെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. കറൻസിയുടെ സ്ട്രെങ്ത്തിനെ ബാധിച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഫ്യൂവൽ പ്രൈസ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റുകൾക്ക് പ്രൈസ് കൂടും. ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടിയാൽ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടും. അങ്ങനെ വീണ്ടും ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ അത് കാരണമാകും. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു പ്രധാന കാര്യം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഷിഫ്റ്റാണ്. നിലവിൽ ചൈനയുമായി കുറഞ്ഞ ബാന്ധവമുള്ള കമ്പനികളുണ്ടാവും. ചൈനയുമായി വ്യാപാര ഇടപാടുകൾ വളരെ കുറഞ്ഞ കമ്പനികളിലേക്ക് സ്വാഭാവികമായും ഈ റിസ്ക് ഒഴിവാക്കാനായി ആളുകൾ നിക്ഷേപം മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഫണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാവുന്നതുമാണ്. അതെപ്പോഴും ഫണ്ടമെൻ്റൽസിൽ കൂടി കുറച്ച് കൂടുതൽ ശ്രദ്ധ ഇത്തരം ആളുകൾ കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഇനി ഇത്തരം ന്യൂസുകളോടും ഇവൻറ്റുകളോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് നോക്കാം. ഒന്നാമതായി ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളോട് പറയുന്ന ഒരു വിഷയമാണ് ഈ ഹെഡിങ്ങുകൾക്ക് പുറകെ, പ്രത്യേകിച്ച് മലയാള പത്രങ്ങളുടെ ഹെഡിങ്ങുകൾക്ക് പുറകെ ദയവായി നിങ്ങൾ പോകരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോ എന്തെങ്കിലും ഒരു 100 പോയിന്റ് മാർക്കറ്റ് ഇടിയുമ്പോഴേക്കും ബ്ലഡ് ബാത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മാർക്കറ്റിനൊരു വൺ സൈഡ് മൊമെൻറ്റം മാത്രം ഉണ്ടായാൽ പിന്നെ ഈ മാർക്കറ്റിന് ഒരു അർത്ഥമില്ലല്ലോ. എപ്പോഴും മാർക്കറ്റ് തിരമാലകൾ പോലെയാണ്. അത് കയറി ഇറങ്ങി ഒരു പ്രത്യേക റിതത്തിലാണ് അത് പോകുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റ് ഇടിയും. ഇനി ഒരു വലിയ വാറുണ്ടായാൽ മാർക്കറ്റ് ക്രാഷാവും. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം നമ്മളൊരു നിക്ഷേപകനാവാൻ. അല്ലാതെ എനിക്ക് ഇന്ന് പൈസ ഇട്ടാൽ നാളെ അതിന് എത്ര തിരിച്ചു കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാൾ നിക്ഷേപകനല്ല. അയാൾക്ക് ഒരിക്കലും പറ്റിയ കാര്യമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക എന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്തരം ഹെഡിങ്ങുകൾക്ക് പുറകെ അല്ലെങ്കിൽ ഇത്തരം ന്യൂസുകൾക്ക് പുറകെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഈ ന്യൂസുകൾ പലരും പടച്ചു വിടുന്നതാണോന്ന് പോലും. കാരണം 300 പോയിന്റ് മാർക്കറ്റ് ഇടിഞ്ഞാൽ മാർക്കറ്റ് എത്ര പെർസെൻറ്റേജ് ഇടിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം. അതൊരു നോർമൽ കേസാണെന്ന് മനസ്സിലാക്കണം. മനുഷ്യർക്ക് ഏറ്റവും ശക്തമായ വികാരമാണ് ഫിയർ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇടിയും. ഒരു ഫിയർ വരുമ്പോൾ മാർക്കറ്റ് ഇടിയുക എന്നത് വളരെ സ്വാഭാവികമാണ്. സോ സ്റ്റേ കാം, ഡോണ്ട് ബി പാനിക്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസിന് ചെയ്യാവുന്ന ഒരു കാര്യം, കുറച്ച് നാളത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻസ് ഒക്കെ ഒഴിവാകുന്നത് വരെയെങ്കിലും നമുക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് FMCG, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, ബാങ്ക്. ഈ ബാങ്ക് പറയുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം.
ചൈന അവരുടെ കയ്യിലുള്ള US ബോണ്ടുകൾ വിറ്റഴിക്കും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ പണ്ട് 2008 സംഭവിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു റിസഷനിലേക്ക് നീങ്ങാനുള്ള ഒരു വലിയ റിസ്ക് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. എപ്പോഴും മാർക്കറ്റിലൊരു റിസ്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് അത് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു തിരിച്ചറിവാണത്. അല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും ഒരു പടയാളി യുദ്ധത്തിനിറങ്ങുമ്പോൾ ഏത് സമയത്തും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകേണ്ടത് എന്നതുപോലെയാണ് മാർക്കറ്റിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഏത് സമയത്തും ഒരു റിസഷനോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസോ എന്തും സംഭവിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അതിനായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ചൈനയുമായി കൂടുതൽ വ്യാപാര ബന്ധമുള്ള കമ്പനികളും അത്തരം സെക്ടേഴ്സും ഒക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ സെക്ടറിൻ്റെ ഇൻഡെക്സും നമ്മൾ വാച്ച് ചെയ്യണം. ആ കമ്പനികളുടെ പെർഫോമൻസും നമ്മൾ നന്നായി വാച്ച് ചെയ്യണം. ടെക്നിക്കൽസും ഫണ്ടമെൻറ്റൽസും എല്ലാം നോക്കുന്നത് വളരെ വളരെ നന്നാവും. പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ മാർക്കറ്റിൽ നടക്കുന്ന ഓരോ ചേഞ്ചസിനെ കുറിച്ചും കൃത്യമായ അപ്ഡേഷൻ നമുക്ക് ഉണ്ടാവുക, നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കീപ് ലേണിംഗ് ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക എന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തത കിട്ടിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് കേവലം 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ വാറല്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ബഡ്ജറ്റിനെയും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഇവൻ്റാണ്, വലിയൊരു ന്യൂസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് സ്പെസിഫിക്കായി വീഡിയോസ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.